നിങ്ങളുടെ സ്വപ്നം എത്ര ചെറുതാണെങ്കിലും അത് നേടിയെടുക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കും. ഏതൊരു കാര്യത്തിനും വ്യക്തമായ ഒരു ലക്ഷ്യം ആവശ്യമാണ്. ആ ലക്ഷ്യം നേടിയെടുക്കുമ്പോഴാണ് നാം സംതൃപ്തരാകുന്നത്. നിങ്ങൾ ഏറ്റവും നന്നായി ക്ഷമിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നേടാനാകും. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നു നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം നാളെ നിങ്ങൾക്ക് കൂട്ടായി വന്നേക്കാം. അതു നല്ലതാണെങ്കിലും മോശമാണെങ്കിലും. അവസരങ്ങൾ എപ്പോഴും നമ്മെ തേടി വരില്ല. വരുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിൽ ആലോചിച്ചു തന്നെ തീരുമാനമെടുക്കുക. കാരണം പിന്നീട് അതോർത്ത് ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങളുടെ ലക്ഷ്യം എളുപ്പമാകാൻ നിങ്ങളുടെ ആസൂത്രണം വളരെയേറെ സഹായിക്കും. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കരുത്. കാരണം സ്നേഹം എന്നത് പിടിച്ചു വാങ്ങാൻ പറ്റാത്ത ഒന്നാണ്. ഒരാളുടെ തെറ്റുകുറ്റങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നതിലും നല്ലത് അത് അയാളോട് തന്നെ പറഞ്ഞു തിരുത്താൻ ആവശ്യപ്പെടുന്നതാണ്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ കണ്ണാടിയിൽ നോക്കി സ്വയം ഒരു വലിയ പുഞ്ചിരി നൽകുക. പുഞ്ചിരി ജീവിതത്തിൻ്റെ പവിത്രമായ സമ്മാനമാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവരുടെ ഇഷ്ടങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുക. ഞാൻ നിന്റെ സ്വന്തമാണെന്ന് പറയുമ്പോഴും സ്വന്തമല്ല എന്ന് തോന്നിപ്പിക്കുന്ന പല പ്രവൃത്തികളും സ്നേഹിക്കുന്നവരിൽ നിന്നും പലപ്പോഴും നേരിടേണ്ടി വന്നേക്കാം. കാണുന്ന സ്വപ്നങ്ങൾക്ക് അതിർവരമ്പുകളില്ല. പക്ഷേ അവ സ്വന്തമാക്കണമെങ്കിൽ ധാരാളം അതിർവരമ്പുകൾ ഭേദിക്കേണ്ടി വരും. നഷ്ടപ്പെട്ട കാലത്തിൻ്റെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ ഓർമ്മകൾക്ക് വല്ലാത്ത മധുരവും കുറേ ഓർമ്മകൾക്ക് വല്ലാത്ത കയ്പും അനുഭവപ്പെട്ടേക്കാം. എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ സ്വന്തമല്ല എന്ന തോന്നൽ ഉണ്ടാവുന്നെങ്കിൽ സ്വന്തമല്ലാത്തത് കൊണ്ടു തന്നെയാണ് അങ്ങനെ തോന്നുന്നത്. അതൊരു വസ്തുവായാലും മനുഷ്യനായാലും ശരി. ഒരു പുരുഷനോട് ഇഷ്ടം തോന്നുകയും ആ പുരുഷന്റെ സ്നേഹം തനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ ആദ്യം ചെയ്യുന്നത് ആ പുരുഷന്റെ ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഇങ്ങനെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പല സൂത്രങ്ങളും ഇവർ പ്രയോഗിക്കും. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളേക്കാൾ ഗുണം ചെയ്യുക ആലോചിച്ചിട്ടുള്ള തീരുമാനങ്ങൾക്കാണ്. ഏതൊരു കാര്യത്തിനും രണ്ടു വശങ്ങൾ ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കുക.